വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ക്രാഫ്റ്റിന്റെ വീഡിയോസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നതെന്ന്. അതുകൂടാതെ ഇടയ്ക്ക് നമുക്ക് ഇൻകാറിന്റെ വീഡിയോസ് ഒക്കെ ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രാഫ്റ്റിന്റെ വീഡിയോ ഇടാൻ തീരുമാനിച്ചിട്ട് ആദ്യമായിട്ട് ഇടുന്ന ലോങ് വീഡിയോ ആണ്. ഇതിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് മൂൺ ലാമ്പാണ്. അതിനുവേണ്ടി സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് കേട്ടോ നിങ്ങൾ ആദ്യമേ കണ്ടത്. അപ്പോൾ നമ്മളിവിടെ ബലൂണും അതിന്റെ കൂടെ ടിഷ്യൂ പേപ്പറും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളായിട്ടുള്ളതെന്ന് പറഞ്ഞത് ഒരു കത്രിക വേണം. കത്രിക ആരും നോക്കണ്ട, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കത്രിക ആയതുകൊണ്ടാണ് അതിന്റെ കൂടെ ആ രീതിയിലിരിക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പശയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പശ വേണം എടുക്കാം. ഫെവിക്കോൾ ആണ് കേട്ടോ എടുക്കേണ്ടത്, അല്ല സൂപ്പർ ഗ്ലൂ ഒന്നും എടുത്ത് ഉപയോഗിക്കരുത്. ഇവിടെ ഫെവിക്കോൾ പോലെ തോന്നിക്കുന്ന വേറെ പശകളുണ്ട്, അപ്പൊ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടുത്തെ ഈ ഒരു പശയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്കിത് റെഡിയാക്കി നോക്കാം. ആദ്യം തന്നെ ഈ പശ നമുക്കൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളമാണ് എടുത്തത്, വേറെ ലിക്വിഡൊന്നും അല്ല കേട്ടോ ഇത്. അതിലേക്ക് നമുക്ക് പശ കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അത് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടി നോക്കി, പക്ഷെ എന്ത് ഈ സാധനം ഞെക്കിയിട്ട് വരുന്നില്ല. കുറേ നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തോ ഇതിന് എന്നോടൊരു പിണക്കം പോലെ. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ ആ മുകളിലത്തെ അടപ്പങ്ങ് തുറന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അതിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബലൂണാണ്. ബലൂൺ ഞാൻ ജസ്റ്റ് ഒന്ന് വീർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പമൊന്നും വേണ്ട. നിങ്ങൾക്ക് അഥവാ കുറച്ചുകൂടി വലുപ്പത്തിൽ ഉണ്ടാക്കണം എന്നാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് വീർപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാൻ എന്നാലും ഈ ഒരു സൈസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ടിഷ്യൂ പേപ്പറായിട്ട് വെച്ചിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പശ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പശ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനെന്തായാലും എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്, കുറച്ചുകൂടി എനിക്ക് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എൻ്റെ ബ്രഷും ഇല്ലായിരുന്നു ഈ ടൈമിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വീണ്ടും പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതേ നമ്മൾ ബലൂൺ ഫുള്ളും ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ച്. പിന്നെ നിങ്ങൾക്ക് ഇതിലും കട്ടി കുറച്ച് ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാൻ ഇത്രയും കട്ടിക്കെടുത്ത വേറെ ഒന്നും കൊണ്ടല്ല, വെറുതെ ഇത് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് ഓർത്താണ്. കാരണം നമ്മൾ എത്രത്തോളം കട്ടി കുറയ്ക്കുന്നു, ചിലപ്പോൾ ഇതിനകത്തുള്ള ബലൂണ് ഇത് ഡ്രൈ ആയി കഴിഞ്ഞ് പൊട്ടിക്കുമ്പോൾ അതിനകത്തേക്ക് ചുരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഓർത്താണ് ഞാൻ കുറച്ചുകൂടി കട്ടിക്ക് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇതുപോലെ കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് 4ാമത്തെ ദിവസമാണ് ബാക്കി വീഡിയോ എടുക്കുന്നത്. അപ്പം തന്നെ ഞാൻ ഇവിടെ ഇരുന്നിരുന്നത് ബലൂണ് അകത്തുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അകത്ത് നല്ലപോലെ വിട്ടു പോന്നിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് ഇങ്ങനെ വിട്ടു പോരില്ല. അത് മാത്രമല്ല ബലൂൺ ഇങ്ങനെ ഇരുന്ന് തന്നെ കാറ്റ് കുറയുന്നതിൽ എനിക്ക് ഫീലായി. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കത്രിക വെച്ച് തൊള്ളിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പൊട്ടിച്ചെടുത്തപ്പോഴത്തേക്ക് തന്നെ ഫുൾ കാറ്റ് പോയിട്ടുണ്ട്. ഇത് ഞാൻ നല്ല കട്ടിക്ക് ചെയ്തുകൊണ്ട് അത് അകത്തേക്ക് ചുരുണ്ട് പോകാതെ നല്ല രീതിയിൽ ബലൂൺ പുറത്ത് വന്നിട്ടുണ്ട്. അകത്തേക്ക് നല്ല രീതിയിൽ ചുരുണ്ട് പോകാതെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഈ സൈഡിലുള്ള ഈ താഴെയുള്ള ഇതൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതിനകത്ത് വെക്കാൻ വേണ്ടി ഒരു ലൈറ്റാണ്. ഞാൻ ഈ ഒരു ലൈറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ റെസിൻ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് എൻ്റെ ഒരുപാട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് എനിക്കിത് വാങ്ങാൻ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ഇത് വേണ്ടവരാണെങ്കിൽ മീഷോയിലൊക്കെ ഇത് തപ്പിയാൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്നാലും ഇത് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എനിക്ക് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യമേ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ വെച്ചാലോ എന്ന് ആലോചിച്ചു. പിന്നെ അകത്തേക്ക് കുറച്ചുകൂടി ഇറക്കി വെച്ച് കുറച്ചുകൂടി ലൈറ്റ് ഇതായാലോ എന്നോർത്ത് ഞാൻ ഫുൾ അഴിച്ചു. അതായത് ഒറ്റ സൈഡിലേക്ക് മാത്രം ലൈറ്റിൻ്റെ ഇത് പോയാലോ എന്നോർത്ത് ഞാൻ ഫുള്ളും അഴിച്ചു. പക്ഷെ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം ഇത് അഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാറ്റി ഇതിൽ നിന്ന് ഊരി വയ്ക്കാൻ കുറച്ച് പാട് വിട്ടു. അങ്ങനെ നമ്മളിത് ഇതിനകത്തേക്ക് ഒന്ന് ഇറക്കി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്റ്റാൻഡൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സെലോ ടേപ്പിൻ്റെ ഈ ഒരു ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം.
അത് ഞാൻ ഷോർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ദേ നമ്മുടെ മൂൺ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ദേ ഇത്രയും വെളിച്ചം എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ എന്തായാലും എൻ്റെ റൂമിൽ കൊണ്ടുവച്ചിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ദേ ഇതാണ് എൻ്റെ റൂമിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഈ ഒരു മൂൺ ലാമ്പിൻ്റെ ഒരു ഫുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ആ ടിഷ്യൂ പേപ്പർ ചിലയിടത്ത് കട്ടിക്ക് വന്നുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് മൂൺ ലാമ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇതുപോലെ തയ്യാറാക്കി നോക്കാവുന്നതാണ്, സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.